സജി, വനിതാ വിശ്രമ കേന്ദ്രം തുറക്കാറില്ലേ? തുറക്കാറില്ല. 2019 പണി പൂർത്തീകരിച്ചതാണ്. ഇത് തുറക്കത്തെന്താ? അത് തുറക്കത്തില്ല, അത്രയേ ഉള്ളൂ. ചോദിച്ചിട്ട് പ്രയോജനമില്ല. പഞ്ചായത്തിൽ ചോദിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. തുറക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ തുറന്നിട്ടില്ല. ഇവിടെ വരെ സ്ത്രീകളൊക്കെയോ? സ്ത്രീകളുടെ കാര്യം വളരെ ഗതികേടില്ല. കാരണം തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ടോയ്ലറ്റിൽ പോവുക, തൊട്ടടുത്തുള്ള ആശുപത്രിയുടെ ടോയ്ലറ്റിൽ പോവുക, അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ഇത് നമ്മുടെ ഈ അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ വന്നിറങ്ങുന്ന സ്ത്രീകളുടെ അവസ്ഥ. അഞ്ചൽ ടൗണിലെ വരുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ, അവർ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും എവിടെ പോകണമെന്ന് പോലും ഞങ്ങളോട് തന്നെ പലപ്പോഴും ചോദിച്ചു. ഞങ്ങൾക്ക് തന്നെ ഭയങ്കരമായ വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവരായാലും പ്രായമായ അമ്മമാരായാലും കൊച്ചു കുഞ്ഞുങ്ങളായാലും അവർ പെൺകുട്ടികൾക്കായാലും ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുള്ളത് ഇപ്പം നമുക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അവർ നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മെമ്പറായി കഴിഞ്ഞതിന് ശേഷം പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഒരു വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയിട്ടിട്ട് നമ്മൾ എന്താ ഇത് ഓപ്പൺ ചെയ്യാത്തത്, നിങ്ങളെല്ലാവരും ഒന്ന് മുൻകൈ എടുത്ത് ചെയ്യണം. പക്ഷെ നമ്മളിതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കമ്മിറ്റികളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് ഓരോരോ കാരണങ്ങൾ പറയാം. എന്താണ് വ്യക്തമായൊരു കാരണം ഇതുവരെ അറിയില്ല. 2019 അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. 15 ലക്ഷം രൂപ ചിലവായി. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അഞ്ചൽ പഞ്ചായത്തിന് കെട്ടിടം കൈമാറി. പക്ഷേ നാളിതുവരെ ഈ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാലിന്യം ആ ടാങ്ക് നിറഞ്ഞു. ആ നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മാലിന്യം നീക്കിക്കൊണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ട് ഇതിനൊക്കെ ഏജൻസികളുണ്ടായിരുന്നു. അപ്പോൾ അവരാരും വരുന്നില്ല. പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിഷയം ഇതാണ്. വനിതാ വിശ്രമ കേന്ദ്രത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. അതും മാസങ്ങളായി അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അതായത് ഈ അഞ്ചൽ ടൗണിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ എത്തുന്ന സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അതിനുള്ള യാതൊരു മാർഗവും ഈ നഗരത്തിലില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തര സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ ഈ വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.